പോവുകയും ചെയ്തു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ശാശ്വതമായ ഒരു നല്ല കമ്മിറ്റി വരണം എന്നൊക്കെ ആഗ്രഹിക്കുകയും അതിനെ മുൻകൈ എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതിനിടയിൽ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ കാലിയ പോലും അംഗീകരിക്കാത്തവർ ഈ മഹല്ലിലുണ്ടോ എന്ന് തോന്നിപ്പോയ ഒരവസ്ഥ വന്നപ്പോഴും കാലിയാക്ക് ചെറിയൊരു താല്പര്യക്കുറവുകളൊക്കെ ഉണ്ടായി. ശരിയാണ്, അങ്ങനെയാണല്ലോ. ഒരു നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ആ ഏറ്റെടുത്ത ഇതാഅത്ത് ചെയ്യാൻ ആ നേതൃത്വത്തെ അംഗീകരിക്കും. അത് നമുക്ക് പരാജയമോ വിജയമോ അല്ല പ്രശ്നം. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അംഗീകരിക്കേണ്ടത് അംഗീകരിക്കരുത്. പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, വീടിന് നേരെ മുറിഞ്ഞു വീഴുന്ന മരം അത് സ്വർണത്തിൻ്റെതാണെങ്കിലും വെട്ടിമാറ്റേണ്ടി വരുള്ളൂ. നമ്മളെല്ലാ പ്രതിസന്ധിയും മറന്നിട്ട് ഒരു നേതൃത്വം ഏറ്റെടുത്ത ഒരാളെ പൂർണ്ണമായി അനുസരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അതിൽ ചെറിയൊരു അബദ്ധം വന്നു പോയോ എന്ന് കാലിയാർക്കും തോന്നി, ഞങ്ങൾക്കൊക്കെ തോന്നി. അതുകൊണ്ട് അല്പം ഒന്ന് പിടിച്ചു നിന്നു. എന്ത് വരും, നമ്മുടെ ഇനിയും ഒരു തീരുമാനമെടുത്താൽ ആ നാട് അംഗീകരിക്കാതെ കുത്തിച്ചോറാകുന്ന ഒരവസ്ഥയിലേക്ക് ആ നാടിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാലിയാർ എന്താ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് അതിന്റെ ചെയ്യേണ്ടത് നമുക്ക് ആലോചിച്ച് നോക്കാതെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയ ഒരവസ്ഥ ഇപ്പോഴുണ്ട്. ഇവ അൽഹംദുലില്ലാഹ് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഇതൊന്ന് നേരെയാവണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അത് നമ്മൾ ഇവിടുന്ന് എടുക്കുകയും അത് കാലിയാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന്റെ പൂർണ്ണമായ സമ്മതം വാങ്ങി ഈ നാട്ടിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും വേണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമ്മളൊക്കെ മനസ്സിൽ ആരും തോൽക്കുകയും ആരും ജയിക്കുകയൊന്നുമില്ല. നമ്മളെ ജമാഅത്താണ്, മഹല്ലാണ്, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളാണ്. നമ്മളെ വീടൊന്നുമല്ല, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. നമുക്കിന്ന് സഹാബത്തൊക്കെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നേടിയതിന്റെ പകരം ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ദീനിന്റെ സേവനങ്ങളാണ്. ഒരാൾ നമ്മളെ കൊണ്ട് നന്നാവുക എന്നല്ലാതെ എന്റെ പ്രവർത്തനം കാരണം ഒരാളെ ചീത്തയായി പോകുന്ന ഒരവസ്ഥ ഒരാളിൽ നിന്നുണ്ടാവുന്നു. എന്റെ ഒരു വാക്ക് കൊണ്ട് ഒരാൾ നന്നാകാൻ ഈ മഹല്ല് നേരെയാവാൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് തസ്ബീഹിന്റെ കൂലിയുണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് തങ്ങൾ തരും. ആ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നമുക്ക് ശരിയാ ജമാഅത്തിന് ഇനി ഇങ്ങനെ ഒന്ന് ഈ ആവശ്യത്തിന് വേണ്ടി കൂടേണ്ട ഒരവസ്ഥ വരുത്താതെ നല്ല നിലക്കൊരു തീരുമാനം എടുത്ത് പിരിയാനുള്ളൊരവസ്ഥ ഈ കൂടിയവരിൽ നിന്ന് നല്ല മനസ്സോടുകൂടി ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യാണ്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള സർവ നാശങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.